അവനൊന്നുമല്ല. യു മേ ബി എ ബിഗ് ഹീറോ ബിഫോർ ദ വേൾഡ്. ലോകത്തിന് മുമ്പിൽ ഒരു ഹീറോ ആയിരിക്കാം, പക്ഷേ ദൈവത്തിന് മുമ്പിൽ ഒരു സീറോ, വട്ടപൂജ്യമായി നീ മാറും. നീ സമ്പാദിച്ച സമ്പത്തും നീ സമ്പാദിച്ചതെല്ലാം വിട്ടകന്നു പോകേണ്ടി വരും. ജെറമ്യായുടെ പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിൽ 11-ാമത്തെ തെളിവ് ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: താനിടാത്ത മുട്ടയ്ക്ക് മേൽ അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി പണം സമ്പാദിക്കുന്നവൻ. അവന്റെ ജീവിത മധ്യത്തിൽ തന്നെ അവൻ മരിച്ചു പോകുമ്പോൾ വിട്ടകന്നു പോകുന്നു. അവൻ സമ്പാദിച്ചു മുഴുവൻ വ്യർത്ഥമായി തീരുകയും ചെയ്യുന്നു. ഇന്ന് ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി പ്രാർത്ഥന മാറ്റിവെച്ച്, ദൈവിക കാര്യങ്ങൾ മാറ്റിവെച്ച് ഞാനും നിങ്ങളുമൊക്കെ എത്ര കിടന്ന് അധ്വാനിച്ചാലും എത്ര സമ്പാദ്യം വന്നാലും ഇതൊന്നും ശാശ്വതമല്ലെന്ന് തിരിച്ചറിയുക. ഇതൊന്നും ശാശ്വതമല്ലെന്ന് തിരിച്ചറിയുക. മഹാനായ അലക്സാണ്ടർ തന്റെ മരണവേളയിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാമെന്നുള്ള വ്യാമോഹത്തോടുകൂടി ഓടി നടന്നവൻ പെട്ടെന്ന് തന്നെ രോഗഗ്രസ്തനായി മരിച്ചു വീഴുന്ന അവസ്ഥ വന്നപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും: എന്റെ ശവമഞ്ചം ഈ നഗരമധ്യത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കാണുക ഇരു കരങ്ങളും ഈ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് തുറന്നിടുക. കാരണം ഒന്നുമില്ലാത്തവനായി വെറും കൈയോടെ വന്ന ഞാൻ വെറും കൈയോടെ തിരിച്ചു പോകുന്നുവെന്ന് ഈ ലോകം അറിയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഹ്രസ്വത മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നവരാ നമ്മൾ. ഒത്തിരി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നവരാണ് നമ്മൾ. എത്രമാത്രം ആരോഗ്യ ദൃഢഗാത്രനാണെങ്കിലും ഒരു നിമിഷം മതി നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നടിയാൻ. പക്ഷേ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഒരു മകനും മകളുമായി നീ ജീവിക്കുകയും നിന്റെ മക്കളെ അതിന് നീ പ്രോത്സാഹിപ്പിക്കുകയും ആ വഴിയിൽ പരിശീലനം നൽകുകയും ചെയ്താൽ നീ അനുഗ്രഹീതനാവും. നിന്റെ സമ്പാദ്യം സത്യമായും സ്വർഗത്തില് അമൂല്യനിധിയായി മാറും. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 10-ാം അധ്യായത്തിൽ 22-ാമത്തെ ലേഖനം പഠിപ്പിക്കുക: ദൈവത്തിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ കണ്ണീര് കലർത്തുന്നില്ല. ദൈവത്തിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ കണ്ണീര് കലർത്തുന്നില്ല. കണ്ണീര് കലരാത്ത ദൈവാനുഗ്രഹമാകുന്ന വലിയ സമ്പത്തിന്റെ ഉടമകളായി മാറുവാൻ, വിലപ്പെട്ടവനെ സ്വന്തമാക്കാൻ വിളി ലഭിച്ചു നമുക്ക് ആ വിലപ്പെട്ടവനോട് ചേർന്നിരുന്ന് അവന്റെ ആ വില മനസ്സിലാക്കി ജീവിക്കാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം.